റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് കൊടിയത്തൂർ ഇമാം ബുഖാരി അക്കാദമിയിലെ 15-കാരന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. മുഹമ്മദ് നിസാൻ സെപ്റ്റിക് ടാങ്കിനായി കുഴിച്ച കുഴിയിൽ വീണ് മരിച്ചുവെന്നാണ് അക്കാദമിയുടെ വിശദീകരണം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതും സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ കാണാതായതുമാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഒക്ടോബറാണ് കൊച്ചി സ്വദേശി ഷിയാസിന്റെ മകൻ മുഹമ്മദ് നിസാൻ മരിച്ചത്. മൽപ്പിടുത്തം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് അസ്വാഭാവികമായ മരണം, അത് കൊച്ചിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ, ഇവിടെ അടിയിൽ, ഇതൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഫയർഫോഴ്സ് വന്ന് കാലിൽ പിടിച്ചെടുത്തു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കഴുത്തിൽ പിടിച്ചെടുത്തിട്ടില്ല. നടന്നു പോയപ്പോൾ വീണു. പിന്നെ പറഞ്ഞു കൊച്ച് ഫുട്ബോൾ എടുക്കാൻ പോയപ്പോൾ വീണു. ഫുട്ബോൾ ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകില്ല. CCTV ഫുട്ടേജ് അവർ വെള്ളം കോരിക്കളയുന്നതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അബ്യൂസ് ചെയ്തതായിട്ടുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ പാടുകളുണ്ട് കൊച്ചിൻ്റെ മേത്ത് അവിടെ ഇവിടെയൊക്കെ. അതെന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നൊന്നും ഈ പോലീസുകാർ നമുക്ക് പറഞ്ഞു തരാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും നിന്നിട്ടില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് ഇതിനകത്ത് വേണം പൂർണ്ണമായിട്ടും. ഞങ്ങൾക്ക് ലോക്കൽ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു 6 മാസം കൊണ്ട് നമ്മളിത് ചോദിക്കുകയും അന്വേഷിക്കുകയും കോടതിയിൽ പോവുകയും എല്ലാം ചെയ്തു. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനും മറ്റുള്ള കാര്യത്തിന് നിർബന്ധിച്ചിട്ടില്ല. ഇന്നും അന്നും എന്നും ഒരു മക്കളെ നിർബന്ധിക്കില്ല. PS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, വേദനയോടെ ആ അച്ഛൻ പറയുകയാണ് അവരുടെ മകന്റെ മരണത്തിൽ വേദനയിൽ നിൽക്കുമ്പോഴും യാതൊരു രീതിയിലുള്ള അന്വേഷണവും കൃത്യമായി നടക്കുന്നില്ല. ദുരൂഹത പലതരത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ സംശയപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. CCTV ദൃശ്യങ്ങൾ ആ സമയത്തെ കാണാനേ ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ മറച്ചുവെക്കാനുണ്ട് എന്നതാണല്ലേ PS രഞ്ജിത്ത്? വിരുന്ന തീർച്ചയായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഹാഫിളാവാൻ വേണ്ടി മതപഠനം നടത്താൻ വേണ്ടി പോയ ഒരു 15 വയസ്സുകാരനാണ് 6 മാസം മുമ്പ് ആ മതപാഠശാലയിൽ വെച്ച് മരണപ്പെടുന്നത്. ദുരൂഹ സാഹചര്യത്തിലാണ് മരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒരു ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഫുട്ബോൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണു മരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞു ആ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി കളിക്കുകയായിരുന്നു, അതിനിടയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് നന്നായി നീന്തൽ അറിയാം എന്നുള്ളതാണ്. അങ്ങനെ നീന്തൽ അറിയാവുന്ന കുട്ടി എങ്ങനെ മുങ്ങി മരണപ്പെട്ടു എന്നൊരു ചോദ്യം കുടുംബം ചോദിക്കുന്നു. ഒപ്പം ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കഴുത്തിലും അതുപോലെ അരക്കെട്ടിലും കാലിലുമൊക്കെ മുറുക്കി പിടിച്ചതിൻ്റെയും ഒക്കെ പാടുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ബലപ്രയോഗം എന്തിനു നടത്തി എന്നുള്ള ചോദ്യം വരുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ CCTV, കൊടിയത്തൂരിലാണ് ഈ സ്ഥാപനമുള്ളത്, ഈ CCTVയിൽ ഈ സംഭവത്തിന് ശേഷം മുങ്ങി മരണപ്പെട്ട ശേഷം അല്ലെങ്കിൽ കുട്ടി മുങ്ങിയ ശേഷം അതിനകത്ത് വെള്ളം കോരിക്കളയുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫുട്ബോൾ വീണു എന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടി കളിക്കുന്നു എന്ന് പറയുന്ന സമയത്തോ വീഴുന്നു എന്ന് പറയുന്ന സമയത്തോ ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആ സ്ഥാപനത്തിൽ അന്നേ ദിവസം ചിലരെ പുറത്താക്കിയിരുന്നു. ഒരു അധ്യാപകനെയും ചില വിദ്യാർത്ഥികളെയും ഒക്കെ പുറത്താക്കിയിരുന്നു. അതും ഈ ഒരു മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയവും കുടുംബത്തിനുണ്ട്. അങ്ങനെ ധാരാളം ദുരൂഹതകൾ ഈ കുടുംബം ഉന്നയിക്കുമ്പോഴും ലോക്കൽ പോലീസ് പറയുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടോന്നോ, പറഞ്ഞ സംശയങ്ങളൊന്നും ദൂരീകരിക്കാതെ കൂടുതൽ സംശയങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണം 6 മാസം നീട്ടിക്കൊണ്ടുപോയി. ഇനിയും ഈ ലോക്കൽ പോലീസിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ആ 15 വയസ്സുകാരനായ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഫുട്ബോൾ എടുക്കാൻ പോയപ്പോൾ വീണു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? കൊലപാതകമാണോ എന്നതാണോ കുടുംബം ഇപ്പോൾ സംശയിക്കുന്നത് രഞ്ജിത്ത്? തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ പൂർണ്ണമായും വീഡിയോസും ഫോണുകളും ഒക്കെ അതിലെ ചിത്രങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ആ ഫോൺ വീട്ടുകാർ പോലും അറിയാതെ ആ കുഞ്ഞിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോണാണ്. ആ ഫോണിൽ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ, അത് ഈ സ്ഥാപനത്തിൽ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ, എന്തെങ്കിലും അരുതായ്മകൾ ആ ഫോണിൽ ഈ കുട്ടി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ ഈ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കുടുംബം ഉന്നയിക്കുന്ന ആരോപണമാണ്. മകൻ നഷ്ടപ്പെട്ടൊരു കുടുംബം അവരുടെ ദുഃഖത്തിൽ നിന്ന് ഉന്നയിക്കുന്ന കേവലം ആരോപണമായിട്ടല്ല, ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇത്തരത്തിലൊരു ദുരൂഹത ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദുരൂഹത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ മുന്നോട്ട് വെക്കുന്ന സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ലോക്കൽ പോലീസിന് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ 6 മാസം സമയമായിട്ടുണ്ട്.
കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ തന്നെ അതിന്റെ ഒരു ഗോൾഡൻ ടൈം ഉണ്ടല്ലോ അന്വേഷണത്തിന്, ആ ടൈം നഷ്ടപ്പെടാതെ അതൊരു മികച്ച അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണം. അതാണ് കൃത്യമായ ഇതിലൊരു അന്വേഷണം വേണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും ദുരൂഹത നീക്കേണ്ടത് അത് പോലീസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.